ഗൂഗിൾ ജിതിനും മനാഫും പറഞ്ഞതനുസരിച്ചാണ് എങ്കിലും 4 ദിവസം മുമ്പേ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയെന്ന് പറയുമ്പോഴും ഒരു സന്നാഹവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവരെല്ലാം കൊണ്ടുപോയിരുന്നു ആ പ്രദേശത്ത് നിന്നും എന്നുകൂടി പറയുന്നുണ്ട്. അവിടുത്തെ കാലാവസ്ഥ സംബന്ധിച്ച് പിന്നീടുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിരുന്നോ? ഈ പുഴയിൽ ഇറങ്ങുന്നതിനും മറ്റും വലിയ പ്രശ്നമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവർ. അതെ, കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് അവിടെയുള്ള തിരച്ചിൽ ഈ പറഞ്ഞതുപോലെ താൽക്കാലികമായി നിർത്തിയത്. പിന്നീട് കഴിഞ്ഞ മിനിയാന്ന് വീണ്ടും തിരച്ചിൽ ആരംഭിക്കാൻ വേണ്ടി ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങൾ ഈ ഗംഗാവലി പുഴയിലേക്ക് വന്നിരുന്നെങ്കിലും ജില്ലാ ഭരണകൂടം, ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരുന്നില്ല. പോലീസിനോട് നിർദ്ദേശം നൽകിയിരുന്നു ഈശ്വർ മാൽപ്പെ ഇറങ്ങാൻ അനുവദിക്കരുത് എന്ന്. കാരണം ഈശ്വർ മാൽപ്പെ മുൻപ് 3 തവണ ഇറങ്ങിയ സമയത്തും ഒരു തവണയൊക്കെ ഈ ഒഴുക്കിൽപ്പെട്ട് കുത്തിയൊലിച്ച് ഈ കയറിന്റെ കെട്ട് പൊട്ടി ഒഴുകി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വളരെ പണിപ്പെട്ടാണ് അദ്ദേഹത്തെ രക്ഷിച്ചെടുത്തത്. അതേ സാഹചര്യം തന്നെയാണ് മിനിയാന്നും ഉള്ളത് എന്നും അതിനാൽ ഈശ്വർ മാൽപ്പെ ഇറങ്ങാൻ അനുവദിക്കരുത് എന്നും ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നതായും അദ്ദേഹത്തെ തിരിച്ചയച്ചതായും ഒക്കെ അവിടെ നിന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനെപ്പറ്റി അർജുന്റെ കുടുംബത്തോട് ചോദിച്ച സമയത്ത് ഈശ്വർ മാൽപ്പയെ ഇറങ്ങാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കേസെടുക്കുമെന്ന് ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് തിരിച്ചയച്ചത് എന്ന് അർജുന്റെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തിയിരുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ കർണാടക ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടുകയും ഈ തിരച്ചിൽ പുനരാരംഭിക്കാൻ ആവശ്യമായ നടപടികൾ കേരള സർക്കാരുമായി ചേർന്ന് നടത്തണമെന്ന ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ തന്നെ എല്ലാ രീതിയിലുള്ള സന്നാഹങ്ങളോട് കൂടിയിട്ട് വരും ദിവസങ്ങളിൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മൃതദേഹം കിട്ടിയിട്ടുള്ളത്. മൃതദേഹം കിട്ടിയെന്ന് പറയുമ്പോഴും അത് അർജന്റേതാണ് എന്ന് ഉറപ്പിക്കാനായിട്ടില്ല. ഉറപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ DNA ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ അർജുന്റെ വീട്ടിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശനം നടത്തിയിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കർണാടക ഗവർണറുമായി ഈ വിഷയം സംസാരിച്ചിരുന്നുവെന്നും ഈ കർണാടക ഗവർണർ ഈ തിരച്ചിൽ എന്തായാലും പുനരാരംഭിക്കാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളുമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്ക് വാക്ക് നൽകിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയിരുന്നെങ്കിലും തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന രീതിയിലുള്ള ചർച്ചകൾ സജീവമാണ്. വിഷയത്തിൽ കോടതി ഇടപെടുന്നു, ഗവർണറുടെ മറുപടി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഗവർണർ ഈ കാര്യത്തിൽ സജീവമായി സർക്കാർ ഇടപെടുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ആ സാഹചര്യത്തിലാണ് ഒരു മൃതദേഹം കിട്ടിയിട്ടുള്ളത്. മൃതദേഹം കിട്ടിയെന്ന് പറയുമ്പോഴും അർജന്റേതാണോ എന്നറിയില്ല. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അർജന്റേതാണോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിഷയങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഈ കർണാടക ഹൈക്കോടതിയൊക്കെ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് ഈ സർക്കാരിന് സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് സർക്കാരിന് പ്രദേശത്ത് തിരച്ചിൽ നടത്താൻ താല്പര്യമില്ല എന്ന ഒരു വാദം മുഖവിലക്കെടുക്കുകയാണെങ്കിൽ കൂടിയും അത്തരത്തിലൊരു സാങ്കേതിക തടസ്സം ന്യായം പറഞ്ഞ് ഇനിയിപ്പോൾ അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം കർണാടക ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് കേരള സർക്കാരുമായി കൂടിയാലോചിച്ചുകൊണ്ട് തിരച്ചിൽ പുനരാരംഭിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള ഈ ഡ്രഡ്ജറൊക്കെ എത്തിക്കാനുള്ള തടസ്സങ്ങളൊക്കെ കോടതിയുടെ ഉത്തരവോടുകൂടി മാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗോവ ഗവർണർ സന്ദർശനം നടത്തിയ സമയത്തും അത് തന്നെയാണ് പറഞ്ഞത്. ഹൈക്കോടതിയൊക്കെ ഇടപെട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇനി സാങ്കേതിക തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ആ സാഹചര്യത്തിൽ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇന്നിപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മത്സ്യപ്രവർത്തക സംഘത്തിനാണ്, ഈശ്വർ മാൽപ്പെ ആ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല, ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മത്സ്യപ്രവർത്തക സംഘത്തിനാണ് ഇത്തരത്തിലുള്ള മൃതദേഹം കിട്ടിയത്. ആ മൃതദേഹം തിരിച്ചെടുക്കാനുള്ള കരയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടി കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പുറത്തേക്ക് എത്തിച്ചിട്ടില്ല. അർജുന്റെ അനിയൻ അഭിജിത്തിന്റെ ഉൾപ്പെടെയുള്ള DNA സാമ്പിളുകൾ നേരത്തെ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കിട്ടിയ മൃതദേഹത്തിന്റെ DNA സാമ്പിളും അർജുന്റെ അനിയന്റെ DNA സാമ്പിളും ഒക്കെ മാച്ച് ആവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാലമായി കാത്തു നിന്നിട്ടുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ ഉത്തരം വരികയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ അതിനും ഇനി ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അതിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു മറുപടി കിട്ടിയാൽ മാത്രമേ അർജുന്റെ കുടുംബം അങ്ങോട്ടേക്ക് പോവുകയുള്ളൂ എന്ന് ഇപ്പോൾ ജിതൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. തിരച്ചിൽ ഔദ്യോഗികമായി പുനരാരംഭിച്ചിട്ടില്ല. ആരംഭിക്കുമെന്ന ഉത്തരവ് അല്ലെങ്കിൽ അറിയിപ്പുകൾ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ട് നിൽക്കുന്നുമുണ്ട്. അതേസമയം ഗോകുൽ, ഈ കണ്ടെത്തിയ മൃതദേഹം എത്ര ദൂരെയാണ്, ഈ അപകടമുണ്ടായി എത്ര ദൂരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? അത് ആ ഭാഗത്ത് മറ്റ് സാധ്യതകളില്ല എന്നുകൂടി ഉണ്ടോ? എങ്ങനെയാണ് അവർക്കത് ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം ഈ മൃതദേഹം കണ്ടെത്തിയവർക്ക്? അത് ഈ ഗംഗാവലി പുഴയുമായി കണക്ട് ചെയ്യുന്നുണ്ട്. ഈ കടൽ തീരത്തു നിന്നാണ് ഇപ്പോൾ മൃതദേഹം കിട്ടിയിട്ടുള്ളത്. ഗംഗാവലി പുഴ സ്വാഭാവികമായിട്ട് കടലിലേക്കാണ് വന്നു ചേരുന്നത്. ദൂരം എന്ന് പറയുന്നത് ഈ അപകടം നടന്ന ശിരൂരിൽ നിന്ന് 55 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ്. 55 കിലോമീറ്റർ മാറിയിട്ട് കടലിൽ ഒഴുകി നടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷെ 55 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് പറയുമ്പോഴും അവിടെ അപകടത്തിൽപ്പെട്ട ടാങ്കറുകളൊക്കെ നേരത്തെ, അതിന്റെ ബുള്ളറ്റൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പൊ 55 കിലോമീറ്റർ മാറി
എന്നുള്ളത് കൊണ്ട് ഇത് അവിടെ അപകടം നടന്ന വ്യക്തിയുടേതല്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ആ രീതിയിലുള്ള കുത്തൊഴുക്കാണ്. സ്വാഭാവികമായിട്ടും പുഴയിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട്, ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ കടലിൽ നിന്നൊരു മൃതദേഹം കിട്ടിയ സമയത്തും അതിനെ ഷിരൂരുമായി കണക്ട് ചെയ്യുകയും ഈശ്വർ മാൽപ്പയും മനാഫും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ആ ഭാഗത്ത് മറ്റൊരാളെ കാണാതായതുമായി ബന്ധപ്പെട്ട അറിവ്, അതായത് ഈ കടൽ തീരത്തൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ ഒരു മത്സ്യത്തൊഴിലാളിയെ ആ ഭാഗത്ത് നിന്ന് ഈ മണ്ണിടിച്ചിലിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ഒരാളെ കാണാതായിട്ടുണ്ട്. രണ്ടുപേരെയാണ് കണ്ടെത്താനുള്ളത് എന്നാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ ഒരു സംശയത്തിന്റെ ഒക്കെ പുറത്ത് നിന്നാണ് ഒരുപക്ഷെ ഇത് അർജുനായിരിക്കുമോ അല്ലെങ്കിൽ മറ്റേ വ്യക്തി ആയിരിക്കുമോ എന്നൊരു സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. മറ്റൊന്നുമില്ല, ഈ കടലിലേക്ക് ഈ ഗംഗാവലി പുഴയിൽ നിന്ന് ഈ ഷിരൂർ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 55 കിലോമീറ്റർ മാറി മൃതദേഹം കിട്ടിയ സാഹചര്യത്തിലും ഇത് ഒഴുകി വരാനുള്ള, കാരണം പുഴയുടെയൊക്കെ വലിപ്പം വളരെ വ്യാപ്തിയുള്ളതാണ്. അപകടം നടന്ന സമയത്ത് പുഴയൊക്കെ കര കയറി 100 മീറ്റർ ഒക്കെ ദൂരേക്ക് പോയിരുന്നു. 200 മീറ്ററും 260 മീറ്റർ ഒക്കെയാണ് പുഴയുടെ വീതി. അത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എത്രത്തോളം വലിപ്പമുള്ള പുഴയാണ് എന്ന്. ഈ 260 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം വലിപ്പമുണ്ട് എന്നും അതിന്റെ വ്യാപ്തിയും ആഴവും ഒഴുക്കും ഒക്കെ എത്രത്തോളം ആയിരിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നേരത്തെ ഈശ്വർ മാൽപ്പയൊക്കെ പുഴയിൽ അകത്തിറങ്ങി തിരച്ചിൽ നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ 10 കിലോമീറ്റർ പെർ അവർ, ഒരു മണിക്കൂർ 10 കിലോമീറ്റർ വേഗതയിലായിരുന്നു ആ പുഴയുടെ ജലത്തിന്റെ ഒഴുക്ക്. അപ്പൊ ആ ഒഴുക്കും ഈ കാര്യങ്ങളും ആ പുഴയുടെ ഒരു ഗതിയും ഒക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെ അപകടം നടന്നിട്ടുള്ള ആ ശരീര ഭാഗമായിരിക്കാമെന്നൊരു അനുമാനമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയമുണ്ട്. അത്തരമൊരു സംശയമാണ് ഈ ഷിരൂരിൽ നിന്ന് 55 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ബോഡി കണ്ടെത്തിയ സമയത്തും അത് അവിടെ അപകടം നടന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണോ, അർജുനാണോ എന്നൊരു ആശങ്ക അല്ല സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത്. അതുകൊണ്ടാണ് ഈശ്വർ മാൽപ്പ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നത്. ഇനിയിപ്പോ DNA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്തായാലും അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി പറയുള്ളൂ. ഇപ്പൊ അർജന്റേതാകാം എന്നൊരു സംശയം മാത്രമേ നമുക്കിപ്പോ പങ്കുവെക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം സാഹചര്യം അത്തരത്തിലുള്ളതാണ്. അപകടം നടന്നിട്ടുണ്ട്, കാണാതായ 2 പേർ കാണാതായിട്ടുണ്ട്. അതിലൊന്ന് അർജുനാണ്, മറ്റൊരാൾ കൂടിയുണ്ട്, അതൊരു മത്സ്യത്തൊഴിലാളിയാണ്. ഇവരിൽ ആരെങ്കിലും ആവാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമതൊരാളെ ആ പ്രദേശത്ത് നിന്നും കാണാതായിട്ടുള്ള വാർത്തകളോ വിവരങ്ങളോ ഒന്നും ഈ അടുത്ത ദിവസങ്ങളിലായി പങ്കുവെക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു സംശയത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോകുന്നത്. ശരി ഗോകുൽ, ഏതായാലും നോക്കാം. ഈശ്വർ മാൽപ്പെ അല്പസമയത്തിനകം ഈ സംഘത്തിനൊപ്പം ചേരുകയും മൃതദേഹം എടുക്കുകയും ചെയ്യും. DNA പരിശോധനയിൽ മാത്രമേ ഇനി അർജുനാണോ അത് എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. മറ്റാളെ കൂടി ഈ പ്രദേശത്ത് നിന്നും കാണാതായിട്ടുണ്ട്. ഷിരൂരിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തി. ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹം. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൃതദേഹം കണ്ടെത്തിയത്. DNA പരിശോധനയിലൂടെ മാത്രമേ ആളെ തിരിച്ചറിയാൻ സാധിക്കൂ എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, വളരെ കാലമായി നമുക്കറിയാം, എത്രയോ നാളായി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ആ ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതേസമയം അർജുനൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു മൃതദേഹം കിട്ടി എന്ന് പറയുന്ന അവസ്ഥ. ഇത്രയും ദിവസത്തെ തിരച്ചിലിന് ശേഷമാണ് അത് കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ എങ്ങനെയായിരിക്കും ഇനി മൃതദേഹം കിട്ടി അല്പസമയമേ ആയിട്ടുണ്ടാവുള്ളൂ എന്ന് കരുതുന്നു. ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? കണ്ടെത്തിയിട്ട് അല്പസമയം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ആരുടെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അർജുനൊപ്പം മറ്റൊരു മത്സ്യത്തൊഴിലാളി കൂടി ഈ മണ്ണിടിച്ചിൽ പ്രദേശത്ത് കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരുടേതാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഈ DNA പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതായിട്ട് വരും. അതിനുശേഷം മാത്രമേ ആരുടെ മൃതദേഹമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘാംഗങ്ങളുടെ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു മൃതദേഹം കടലിൽ നിന്ന് കണ്ടെത്തിയത്. ഈശ്വർ മാൽപ്പയെ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല. ഈശ്വർ മാൽപ്പയുടെ സംഘത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഇത്തരത്തിലൊരു മൃതദേഹം കിട്ടിയത്. പ്രധാനപ്പെട്ട കാര്യം, ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് ഏകദേശം 55 കിലോമീറ്ററോളം മാറി കടൽ തീരത്താണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വലിയ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് പുഴയിൽ കുത്തൊഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വന്നിട്ടുള്ള മൃതദേഹമാണെങ്കിൽ കൂടിയും അത് ദൂരേക്ക് ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള അനുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്ന് 55 കിലോമീറ്റർ മാറിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ആ മൃതദേഹം കരക്കെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തുടർന്ന് ഈ അർജുന്റെ സാമ്പിളുകൾ പരിശോധിച്ച് അർജുന്റെ കുടുംബത്തിൽ അർജുന്റെ അനിയന്റെയോ മറ്റോ DNA-യുമായി താരതമ്യപ്പെടുത്തിയ ശേഷം മാത്രമേ ഇത് അർജുനാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ആ പ്രദേശത്ത് നിന്ന് ഒരു മൃതദേഹം കിട്ടിയെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ മറ്റൊരു മത്സ്യത്തൊഴിലാളിയെ കാണാതായ ഒരു സാഹചര്യം ഉള്ളതിനാലാണ് ഇതിൽ ഒരു ആശയക്കുഴപ്പമുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കൂ.